ഹായ് ഓൾ, എല്ലാവർക്കും ഗസ്റ്റോഡിയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ടാലിനിലാണ്. ടാലിൻ എന്ന് പറയുന്നത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഹെൽസിങ്കിയിൽ നിന്ന് ഒരു ക്രൂസിൽ കയറിയാണ് ടാലിനിലോട്ട് വന്നത്. ഇനിയിപ്പോൾ ടാലിനിലെ മെയിൻ കാഴ്ച എന്ന് പറയുന്നത് ടാലിൻ ഓൾഡ് ടൗൺ ആണ്. അപ്പോൾ ആ ഒരു ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകളിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ടാലിനിൽ വരുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഓൺലൈനിൽ തന്നെ നമുക്ക് ടാലിൻ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടാലിനിലെ ഓരോ മ്യൂസിയം അതുപോലെ മറ്റ് അട്രാക്ഷൻസിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന്, ബസ്, ട്രാം ഇതിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാം. 35 യൂറോ ആണ് ഒരു അഡൽറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനിയപ്പം ടാലിനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ടാലിൻ ഓൾഡ് ടൗണിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ടാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ സൗന്ദര്യമാണ് ടാലിൻ്റെ മൊത്തം ഭംഗി എന്ന് പറയുന്നത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ വലിയ ബഹളമോ തിരക്കുകളോ ഒന്നുമില്ല. അപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളും മാക്സിമം വലിയ തിരക്കില്ലാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉള്ള ഓൾഡ് ടൗൺ ഏരിയയിൽ നിന്ന് മാറിയാണ് ടാലിൻ്റെ ആധുനിക നഗരം എന്ന് പറയുന്നത്. ഇതെല്ലാം ഓൾഡ് ടൗണിൻ്റെ ഭാഗമാണ്. ഇവിടെ ആധുനിക രീതിയിൽ പുതിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട്, പക്ഷേ വളരെ കുറവാണ്. എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് ഈ ഓൾഡ് ടൗൺ ഏരിയയിലുള്ളത്. ഹെൽസിങ്കിയിലും ടാലിനിലൊക്കെ ബസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് ട്രാമും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്ക് ധാരാളം ട്രാം കാണാൻ പറ്റും. നമുക്കും അതിൽ കയറി യാത്ര ചെയ്യാൻ സാധിച്ചു. ഓൾഡ് ടൗൺ ഫുള്ള് ഇതുപോലൊരു കോട്ടയാൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഓൾഡ് ടൗൺ ഫുള്ള്. ഇപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ബാക്ക് എൻട്രൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് എൻട്രൻസിൽ കൂടെ കയറി ഓരോ കാഴ്ചകൾ കണ്ട് നമ്മൾ ഫ്രണ്ട് എൻട്രൻസിൽ ചെന്നിറങ്ങി എയർപോർട്ടിലോട്ട് തിരികെ പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. ടാലിൻ എന്ന് പറയുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡായ ഒരു നഗരമായിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ യൂറോപ്പിലോട്ടുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ മെയിൻ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ടാലിനായിരുന്നു. അപ്പോൾ ഈ ടാലിൻ ഓൾഡ് ടൗണിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ടാലിൻ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളർച്ചയായിരുന്നു. അപ്പോൾ ആദ്യം ടാലിൻ ഡെൻമാർക്ക് രാജവംശമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് സ്വീഡിഷ് രാജവംശത്തിൻ്റെ കയ്യിൽ പോയി. അതിനുശേഷം അവസാനം റഷ്യൻ രാജാക്കന്മാരായിരുന്നു ടാലിൻ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1918 ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബോൾഷെവിക് റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് എസ്റ്റോണിയ റഷ്യൻ രാജാക്കന്മാരിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുകയും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാകുകയും ചെയ്തു 1918. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് 1941 മുതൽ 1944 വരെ ഈ ടാലിൻ എന്ന് പറയുന്ന സ്ഥലം ജർമ്മൻ സൈന്യത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലുള്ള നാസി സൈന്യവും സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സൈന്യം തമ്മിൽ ഇവിടെ ഭയങ്കര യുദ്ധവും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ബോംബിങ്ങുകൾ, ഒരുപാട് പേർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മ്യൂസിയവും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ഈ ടാലിനിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഈ ടാലിനിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഈ ടാലിൻ, അഥവാ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ ഫുള്ള്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാൾട്ടിക് ഡയറീസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. പുള്ളി എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ ഈ 3 രാജ്യങ്ങളിൽ കൂടെ നടത്തിയ യാത്രകളുടെ ഒരു യാത്രാ വിവരണമാണ് ആ ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് വായിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ബാൾട്ടിക് രാജ്യങ്ങൾ സന്ദർശിക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തായാലും ഹെൽസിങ്കി വരുന്നുണ്ട്. അപ്പോൾ ഹെൽസിങ്കിക്ക് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ബാൾട്ടിക് രാജ്യം സന്ദർശിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ടാലിൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരുപാട് ചരിത്രം നമ്മളോട് പറയാനുള്ള ഓൾഡ് ടൗണിൽ കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ നടപ്പാതകളൊക്കെ ഇങ്ങനെ ചുവന്ന കല്ല് വിരിച്ച് മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങുകൾ ഫുള്ള് നല്ല പെയിൻ്റ് അടിച്ച് പഴയ ആർക്കിടെക്ചർ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങും ഈ ഒരു സ്ട്രീറ്റുകളുമാണ്. യൂറോപ്പിൻ്റെ ഏത് മൂലയിൽ പോയാലും നമുക്ക് ഈ ഒരു ആർക്കിടെക്ചർ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്ട്രീറ്റുകൾ കാണാൻ പറ്റും. ഈ സ്ക്വയറുകൾ, അതുപോലെ ധാരാളം സ്ക്വയറുകൾ ഉള്ള ഒരു സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. വന്നിരിക്കുന്നത് എസ്റ്റോണിയ മാരിടൈം മ്യൂസിയത്തിലാണ്. അപ്പോൾ ഈ മാരിടൈം മ്യൂസിയത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ടാലിൻ പോർട്ടിൻ്റെ ഒരു ചരിത്രമാണ്. ഈ ടാലിൻ ഓൾഡ് ടൗൺ പോർട്ടിൻ്റെ ഭാഗമായി എങ്ങനെ ഡെവലപ്പായി അതിൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. പഴയ പായ്ക്കപ്പൽ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ നിലയും എന്ന് പറയുന്നത് പഴയ പായ്ക്കപ്പൽ മുതൽ ഇപ്പോൾ ആധുനിക ഷിപ്പ്, ക്രൂയിസ് വരെയുള്ള
കടൽ ഗതാഗതത്തിനും ചരക്ക് ഗതാഗതത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാർഗ്ഗങ്ങളാണ് ഇവരുടെ റിസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയ പായ്ക്കപ്പൽ ഇവർ റിസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഷിപ്പുകളുടെയും ക്രൂസുകളുടെയൊക്കെ മിനിയേച്ചർ അവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നാവികരുടെ യൂണിഫോമിൽ വന്ന മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് മുകളിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ മാരിടൈം മ്യൂസിയത്തിൻ്റെ അപ്സ്റ്റേഴ്സിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്നാൽ നമുക്ക് ടാലിൻ പോർട്ട് കാണാം. നമ്മൾ ഈ പോർട്ടിൽ വന്നിറങ്ങിയാണ് ഇപ്പോൾ ഈ ഓൾഡ് ടൗണിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പോർട്ടിൻ്റെ ഫുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഇപ്പോഴത്തെ ടാലിൻ ന്യൂ ടൗൺ എന്ന് പറയുന്നത്. ഓരോ നൂറ്റാണ്ടിലും ഈ പോർട്ടിലുണ്ടായ മാറ്റങ്ങളാണ് അവരിവിടെ ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സെൻറ്റ് ഓഫ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഗോപുരത്തിലോട്ടുള്ള പ്രവേശനമില്ല. അത് സമ്മർ സീസണിലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഓൾഡ് ടൗൺ ഫുള്ള് കാണാൻ പറ്റുകയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണിത്. മൊത്തം 23 അട്രാക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ മെയിൻ ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് KGB പ്രിസൺ സെൽസിലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് പ്രിസൺ സെൽസ് ഇൻ എസ്റ്റോണിയ എന്നാണ് ഇതിൻ്റെ വിശേഷണം. അപ്പോൾ 1918 എസ്റ്റോണിയൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ട് ധാരാളം രാഷ്ട്രീയക്കാരെയും അതുപോലെ യുദ്ധ തടവുകാരെയൊക്കെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം ഇത് ഫുള്ള് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു. അപ്പം സോവിയറ്റ് യൂണിയനെതിരെ സംസാരിക്കുന്നവരെയും മറ്റും ഈ ഒരു ടോർച്ചർ റൂമിലും മറ്റും കൊണ്ടുവന്നാണ് ഇവിടെ ഇൻട്രോഗേറ്റും ടോർച്ചറും ഒക്കെ ചെയ്തിരുന്നത്. ഒരുപാട് ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രിസൺ സെല്ലിൻ്റെ. KGB പ്രിസൺ സെൽസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ച് ഓൾഡ് ടൗൺ ഫുള്ള് നമുക്ക് നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് സാവധാനം നമുക്ക് നടന്ന് കാണാൻ പറ്റിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളും മറ്റും അനുഭവിച്ചൊരു ജനതയാണ്ടെന്ന് ഇവരുടെ മുഖത്തൊരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവരുടെ മുഖത്ത് ഒരു നിർവികാരതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വെച്ചാൽ കാനഡയിൽ കൂടെ നമ്മൾ ഇതുപോലെ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണെങ്കിൽ നമ്മുടെ എതിരെ വരുന്ന ആൾ നമ്മൾ ഹായ് പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തൊരു ഹായ് അല്ലെങ്കിൽ ഒരു ചിരി ചിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹായ് പറയുകയോ ചെയ്താലും അവർക്ക് തിരിച്ച് അവർക്ക് അങ്ങനെ ഒരു റെസ്പോൺസില്ല. അവരൊരു തല താഴ്ത്തി അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓൾഡ് ടൗൺ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇപ്പം ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിന് ഉക്രൈൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഷ്യക്കെതിരെയും പുട്ടിനെതിരെയൊക്കെ ഒരുപാട് പ്രതിഷേധ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഞങ്ങൾ ഇവിടെ കണ്ടു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ടൗൺ ഹാൾ സ്ക്വയറിലാണ്. അപ്പോൾ ഇവിടുത്തെ ടൗൺ ഹാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ബാൾട്ടിക് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏറ്റവും പഴയ ടൗൺ ഹാളാണ് ടാലിനിലെ ഈ ടൗൺ ഹാള്. അതുപോലെ ഒരുപാട് റെവല്യൂഷൻസിനൊക്കെ സാക്ഷ്യം വഹിച്ച ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ് ഈ സ്ക്വയറിൽ ഫുള്ള്. ഓൾഡ് ടൗണിൻ്റെ ഏകദേശം ഒരു സെൻറ്ററായിട്ട് തന്നെയാണ് ടൗൺ ഹാൾ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ടൗൺ ഹാൾ സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മുമ്പോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള യാത്രയിലാണ്. ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ചെന്നപ്പോൾ ഇവിടുത്തെ ടാലിലെ ഓൾഡ് ആൾക്കാരെങ്ങനെയായിരുന്നു ആ ഒരു വേഷം കാര്യങ്ങളൊക്കെ ധരിച്ച് ആളുകളെ റെസ്റ്റോറൻറ്റിലോട്ട് ക്ഷണിക്കാൻ കുറച്ച് പേര് വെളിയിൽ നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടപ്പ് തുടരുകയാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന കാഴ്ച തന്നെയാണ് ഈ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ടാലിൻ ഫുള്ള് ഇതുപോലത്തെ ഈ ആർക്കിടെക്ചർ സൗന്ദര്യം ഇത് കണ്ട് ഇത് ആസ്വദിച്ച് ഓരോ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്ക് കയറി നമ്മൾ മുമ്പോട്ട് പോകുകയാണ്. ഇവിടെ ഒരുപാട് റഷ്യൻ പള്ളികളുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് പള്ളികളുണ്ട്. പക്ഷേ ഈ പള്ളികളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ 3-4 പള്ളികൾ കയറിയായിരുന്നു, പക്ഷേ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല.
അതുപോലെ തന്നെ ഓൾഡ് ടൗണിൽ തന്നെ 3-4 ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് കാതറിൻസ് പാസേജിൽ കൂടാണ്. അപ്പം ഈ ഒരു പാസേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സെൻറ്റ് കാതറിൻസ് ഡൊമിനിക്കൻ മൊണാസ്ട്രി ചർച്ച് എന്ന് പറഞ്ഞൊരു ദേവാലയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ദേവാലയമില്ല. അപ്പം ആ ഒരു പള്ളിയുടെ ബാക്കി പത്രങ്ങൾ ഈ നമ്മൾ പോകുന്ന ഈ പാസേജിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു. ആ സെമിത്തേരിയിൽ ഒരുപാട് പ്രശസ്തരായ എസ്റ്റോണിയൻസിനെ അടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കല്ലുകളൊക്കെയാണ് ഈ കാണുന്നത്. ആദിമകാലത്തെ നമ്മുടെ ടാലിൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പാസേജ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹെൽമാൻ ടവറിലാണ്. അപ്പോൾ ഈ ഹെൽമാൻ ടവറിൻ്റെ മുകളിൽ ഒരു വ്യൂയിങ് ഗാലറി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഓൾഡ് ടൗണിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഓൾഡ് ടൗണിലെ ഏറ്റവും വലിയ വ്യൂയിങ് ഗാലറി എന്ന് പറയുന്ന വ്യൂയിങ് ടവർ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന സെൻറ്റ് ഓഫ് ചർച്ചിൽ നിന്നുള്ള വ്യൂയിങ് ഗാലറിയാണ്. അപ്പോൾ ഈ ഹെൽമാൻ ടവറിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓൾഡ് പോർട്ടിലോട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ടാലിൻ പോർട്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ടവറിൽ തന്നെ ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വോളിൻ്റെ മുകളിൽ കൂടാണ്. അപ്പം പണ്ട് കാലത്ത് ഇവിടെ പട്ടാളക്കാരെ എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് തന്നെ അവർക്ക് ഓൾഡ് ടൗൺ ഫുള്ള്, അതുപോലെ പുറത്തുനിന്ന് ശത്രു സൈന്യം വരുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. വെച്ചാൽ വെളിയിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും നേരത്തെ ആ ഒരു പീരങ്കികളും കാര്യങ്ങളും വെച്ചിരിക്കുന്ന സ്പോട്ടുകളും കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് അവർക്ക് നോക്കാൻ പറ്റുമായിരുന്നു ശത്രു സൈന്യങ്ങളെ മറ്റും. ഹെൽമാൻ ടവറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തന്നെ വെട്ടം പോയിരുന്നു. ഇപ്പോൾ സമയം സത്യത്തിൽ 4:30 ആയുള്ളൂ. പക്ഷേ തണുപ്പ് കാലം ആയതുകൊണ്ട് ഈ ഒരു നോർത്തേൺ സൈഡിലൊക്കെ ഒരു 4:30 ആകുമ്പോഴത്തേന് വെട്ടം പോയി തുടങ്ങും. പക്ഷേ ഈ വെട്ടം പോകുമ്പോഴാണ് ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ഭംഗി നമുക്ക് കൂടുതൽ, അതായത് രാത്രി വെളിച്ചത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എല്ലാം വളരെ മനോഹരമായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് സെൻറ്റ് നിക്കോളാസ് ചർച്ച് ആൻഡ് മ്യൂസിയം. പക്ഷേ ആ ഒരു ദേവാലയം പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ് റീസൺ എന്നറിയത്തില്ല. പക്ഷേ ആ ദേവാലയം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഫ്രീഡം സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത് ഇവരുടെ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഒരു മോണുമെൻ്റ് ആയിട്ടാണ് ഇവർ ഈ ഒരു സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ടാലിൻ ഞങ്ങൾ സന്ദർശിക്കുന്ന അവസാന സ്പോട്ടായ സെൻറ്റ് അലക്സാണ്ടർ കത്തീഡ്രൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. മറ്റു പള്ളികളെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകം അതിമനോഹരമായിരുന്നു. അതിമനോഹരമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരികെ പോർട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ വന്നിറങ്ങിയ പോർട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തിരികെയുള്ള ക്രൂയിസും. ഹെൽസിങ്കിക്ക് തിരികെ നമ്മൾ ക്രൂസിൽ തന്നെയാണ് പോകുന്നത്. വന്ന ക്രൂസ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ടാലിൻ സന്ദർശനം എന്തുകൊണ്ടും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ടാലിൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാര്യം വെച്ചാൽ അതുപോലെ കാഴ്ചകൾ ടാലിനിലുണ്ട്. അപ്പോൾ നിങ്ങൾ യൂറോപ്പ് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, ഈ നോർത്തേൺ പാർട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ, ടാലിൻ എന്തായാലും നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രൂയിസ് ഡോക്കിൽ നിന്നെടുത്തു. ഞങ്ങൾ ഹെൽസിങ്കിക്കുള്ള മടക്കയാത്രയിലാണ്. ടാലിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഞങ്ങളുടെ യൂറോപ്യൻ യാത്രയിൽ തന്ന ഒരു നഗരമായിരുന്നു ടാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ടാലിൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടും നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും യൂറോപ്പ് പോവുകയാണെങ്കിൽ, പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ ഐറ്റിനറിയിൽ എന്തായാലും ടാലിൻ ഉൾപ്പെടുത്തണം. അതുപോലെ നല്ല ഓർമ്മകളായിരിക്കും ആ ഒരു നഗരം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകൾക്ക് നന്ദി. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. നമ്മളുടെ യൂറോപ്പ് യാത്ര തുടരുകയാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.